ഫ്രണ്ട്സ്, മോളീസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കൊരു ആമ്പൽ തൈ ചിരട്ടയിൽ മുളപ്പിച്ചതാണ് പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ മുളപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന് മുന്നേയുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇല മുളപ്പിച്ചെടുത്തത്, ഇല എങ്ങനെ മുളപ്പിച്ചെടുക്കാം, ആമ്പലിൻ്റെ ഇല എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഇല മുളപ്പിച്ച് മുട്ടിട്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മുട്ടിട്ട് ഒരു തൈയാണ്. അതും ഞാൻ ചിരട്ടയിലാണ് മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്കും മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ കുറേ തൈകൾ ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകം തന്നെ ഞാൻ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ആമ്പൽ തൈകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കുറേ തൈകൾ ഉണ്ടാവും. നിങ്ങൾ സെയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വീട്ടിൽ തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവില്ല. ആമ്പലാകുമ്പോൾ നമുക്ക് ഡെയിലി ഫ്ലവർ ഉണ്ടാവും. അതുപോലെ കുറേ തൈകളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു തൈ ഉണ്ടോ. ഇതാണ് അടുത്ത തൈ. ഇതിൽ നിങ്ങൾ കാണുന്നില്ല, 1 2 3 4 5 മുട്ടുകളാണുള്ളത്. നല്ല ഫ്രഷ് തൈയാണ്, നല്ല ഉഷാറുള്ള തൈകളാണ്. ഇതൊക്കെ സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇതൊക്കെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള തൈകളാണ്. ണ്ടോ, ഇത് ഐസ്ക്രീമിൻ്റെ പാത്രത്തിലാണ്. നിങ്ങൾക്ക് ഇതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന അങ്ങനത്തെ എന്ത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൽ കണ്ടോ, ഒരു മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അധികം ആയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ഒരു എന്താ പറയുക, ഇലകളൊക്കെ കുറവ്. മറ്റതിനെ അപേക്ഷിച്ചിട്ട് ഇലകൾ കുറവ് എന്നേ ഉള്ളൂ. ഉഷാറൊന്നും കുറവില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഫ്രഷ് തൈകളാണെന്നുള്ളത്. ഇതുപോലെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പാത്രങ്ങളിലാണ് ഇതൊക്കെ നമ്മൾ തൈകൾ നട്ടു വെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ 2 മുട്ടുണ്ട്, ഉള്ളിലൊരു മുട്ട് കാണുന്നുണ്ടോ നിങ്ങൾ. ഇതൊക്കെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫ്ലവർ ഏതാണെന്നുള്ളത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ഇത് ഞാൻ വലിയൊരു പാത്രത്തിലായിട്ട്, ഇത് ഞാൻ താമര ഒരു പാത്രത്തിൽ തന്നെ, ഞാൻ ആമ്പല് ഇങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ നട്ടതാണ്. ഇതും അധികം ആയിട്ടില്ല കേട്ടോ. ഇതും മറ്റൊരു പാത്രത്തിൽ നട്ടതാണ്. ഇത് ഞാൻ ആമ്പലിന് വേണ്ടി തന്നെ ഒരു പോട്ട് വാങ്ങിയിട്ട് അതിലാണ് നട്ടു വെക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയും വളർത്തിയെടുക്കാം. അപ്പം നിങ്ങൾ വീട്ടിലൊരു ആമ്പല് വളർത്താൻ താല്പര്യമുള്ളവർ ഇങ്ങനത്തെ ഒരു കുഞ്ഞി പോട്ടിൽ വളർത്തിയെടുക്കാൻ ആവുന്നതേ ഉള്ളൂ. വലിയ പോട്ടിൽ വളർത്തുകയാണ്. ഇങ്ങനെ വലിയ പോട്ടിൽ വളർത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും മുട്ടുണ്ടാവും കേട്ടോ. ചെറിയ പോട്ടാകുമ്പോൾ മുട്ടുകൾ കുറവായിരിക്കും. ഇതിപ്പോൾ ഞാൻ വലിയ പോട്ടിൽ വളർത്തിയ കുറേ ആമ്പൽ ആണ്. ഇതൊക്കെ വലിയ പോട്ടിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ചട്ടി നമ്മൾ സാധാരണ ചെടികൾ നടുന്ന ചട്ടിയിലാണ് ഞാൻ വളർത്തിയിട്ടുള്ളത്. ഇങ്ങനെ പല സൈസിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റും. ഇത് മുട്ടയുണ്ടോ നിങ്ങൾ, എത്രത്തോളം ഉഷാറുള്ള തൈകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. ഇതുപോലെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ആമ്പലിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പൂ തരുന്നൊരു തൈയാണ് ആമ്പല്.